നമസ്കാരം. കശാപ്പിനായി കാലികളെ കൊല്ലുന്നത് നിരോധിച്ച കേന്ദ്ര നടപടിക്കെതിരെ സംസ്ഥാനമെങ്ങും പ്രതിഷേധം അലയടിക്കുകയാണ്. തെരുവുകളിൽ അടുപ്പുകൂട്ടി ബീഫ് പാകം ചെയ്തും വിളമ്പിയും സിപിഎമ്മും കോൺഗ്രസും ഇന്ന് ഗോസംരക്ഷണവാദികൾക്ക് മറുപടി നൽകിയിരിക്കുന്നു. കേന്ദ്ര തീരുമാനത്തിലുള്ള പ്രതിഷേധം അറിയിച്ച മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയുമാണ്. കേന്ദ്ര വിജ്ഞാപനം നടപ്പാക്കാൻ പ്രയാസമുള്ള കാര്യമാണെന്നും ഇത് ജനം അംഗീകരിക്കുമോ എന്ന സംശയമുണ്ട് എന്നും കത്തിലൂടെ പ്രധാനമന്ത്രിയെ അറിയിക്കാനാണ് പിണറായിയുടെ തീരുമാനം. സംസ്ഥാനത്തിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റം മറികടക്കാൻ നയപരമായ തീരുമാനം വേണമെന്നും വിലയിരുത്തലുണ്ട്. ഭവ്യതയോടെ മറുപടിക്ക് കാത്തിരുന്ന് മറുപടി പ്രതികൂലമെങ്കിൽ സംസ്ഥാനമെടുക്കുന്ന നിലപാടെന്താവും? ആന്റണി പറയും പോലെ വിജ്ഞാപനം കീറിയെറിയാൻ ആർജവം കാട്ടുമോ പിണറായി സർക്കാർ? മൃഗങ്ങളോടുള്ള ക്രൂരത തടയാനെന്ന പേരിൽ വിജ്ഞാപനം പുറത്തിറക്കുക വഴി രാജ്യത്തെ 25 ലക്ഷത്തോളം പേരെയാണ് കേന്ദ്രം തൊഴിൽ രഹിതരാക്കുന്നത്. ഇന്ത്യയിൽ കന്നുകാലി കച്ചവടക്കാർ ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് എന്നതും ചത്തമൃഗങ്ങളുടെ തോൽ കൈകാര്യം ചെയ്യുന്നത് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് എന്നതും ഈ വിജ്ഞാപനത്തിന് പിന്നിലെ രാഷ്ട്രീയത്തെ സംശയത്തിന്റെ നിഴലാക്കുന്നു. ചെറുകിട കച്ചവടക്കാരെയും അറവുകാരെയും ഒഴിവാക്കി വൻകിട കുത്തകകളുടെ കൈകളിലുള്ള ഫാം ഹൌസുകൾക്ക് മാർക്കറ്റ് വിട്ടുകൊടുക്കാനുള്ള ഗൂഢപദ്ധതിയെന്നും സംശയമുണ്ട്. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ ഇവയാണ്. 1. കശാപ്പിനായി കാലി വിൽപ്പന പാടില്ല എന്ന കേന്ദ്ര വിജ്ഞാപനം പ്രതിരോധിക്കാൻ കേരളത്തിനാകുമോ? 2. പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നതിലും ബീഫ് ഫെസ്റ്റ് നടത്തലിലും കേരളത്തിലെ പ്രതിഷേധം അവസാനിക്കും. 3. ജനത്തെ തമ്മിലടിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കമെന്ന ആക്ഷേപമുയർത്തുമ്പോൾ സിപിഎമ്മും കോൺഗ്രസും വിഷയത്തിൽ ഒറ്റക്കെട്ടാകും. 4. മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയാനെന്ന പേരിലുള്ള നിരോധനം യഥാർത്ഥത്തിൽ വൻകിട ഫാം ഹൌസുകളെ സഹായിക്കാനോ? 5. രാജ്യത്തെ 75% പേരും മാംസഭുക്കുകളായിരിക്കെ കേന്ദ്രം സംരക്ഷിക്കുന്നത് ആരുടെ താൽപര്യത്തെ? 6. കേരളം പ്രതിഷേധിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെയും പിന്തുണ തേടേണ്ടതുണ്ട്. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ശ്രീ കെ ടി ജലീൽ, BJP നേതാവ് ശ്രീ MT രമേശ്, കൊല്ലം DCC പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ എന്നിവരാണ് ചർച്ചയിൽ. രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ KN ഖാദർ എന്നിവരെ ടെലിഫോണിലും ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം 2 മിനിറ്റ് ഇടവേള.